മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ അകത്തേത്തറ പഞ്ചായത്തിൽ ഭാരതരി വിതരണം ചെയ്യാൻ ശ്രമം. നരേന്ദ്രമോദിയുടെ ഫോട്ടോ പതിച്ച വണ്ടിയുമായാണ് അരി വിതരണത്തെത്തിയത്. വിവരങ്ങളുമായി നിഖിൽ പ്രമേശ്വർ. നിഖിൽ, തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന്റെ പരിധിയിൽ വരുന്ന പണിയല്ലേ അത്? അങ്ങനെ പൂർണ്ണമായി പറയാൻ കഴിയില്ല ഹാഷ്മി. ഇപ്പോൾ കെയർ റൈസ് വിതരണം വിവിധ ഇടങ്ങളിൽ നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഭാരത് അരിയും വിതരണം ചെയ്യാനുള്ള അവകാശം സ്വാഭാവികമായിട്ടുമുണ്ട്. പക്ഷേ നേരത്തെ പാലക്കാട് ജില്ലയിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു നിയമലംഘനം നടന്നത് പാലക്കാട് മണ്ഡലം സ്ഥാനാർത്ഥിയായിട്ടുള്ള സി കൃഷ്ണകുമാർ ഈ വിതരണം ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് LDF പ്രവർത്തകർ അത് തടയുകയും ഈ ഭാരത് അരി വിതരണം നിർത്തിവെക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ BJP പ്രവർത്തകർ പറയുന്നത് ഇത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയാണ്, അത് നൽകിപ്പോരുന്ന അരിയുമാണ്. സ്വാഭാവികമായിട്ടും അതങ്ങനെ നിയമലംഘനമാകുമെന്നാണ് BJP പ്രവർത്തകരുടെ വാദം. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം പതിപ്പിച്ചുകൊണ്ടുള്ള ഈ അരി വിതരണം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് ലംഘനമാണ് എന്നുള്ളതാണ് DYFI പ്രവർത്തകർ ഉന്നയിക്കുന്ന ആരോപണം. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ അകത്തേത്തറ പഞ്ചായത്തിൽ ഭാരത് അരി വിതരണം DYFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. അരി വിതരണം ചെയ്യുന്നതറിഞ്ഞ ഭാരത് റൈസ് നമ്മൾ പറയുമ്പോൾ കെ റൈസ് വിതരണം നടത്തുന്ന സപ്ലൈകോ വഴി മാവേലിസ്റ്റ് ഔട്ട്ലെറ്റ് വഴിയാണ്. ഇത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് BJP പ്രവർത്തകർ നരേന്ദ്രമോദിയുടെ ചിത്രം ഒട്ടിച്ച വണ്ടിയിൽ വന്ന് ഭാരത് അരി വിതരണം ചെയ്താൽ അതിൽ രാഷ്ട്രീയമുണ്ട് നിഖിൽ. അതാണ് പ്രധാനമായും LDF ഉന്നയിക്കുന്ന ഒരു വാദം. അവർ പറയുന്നത് അത്തരത്തിൽ BJP പ്രവർത്തകരാണ് ഇത് വിതരണം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് അവർ പറയുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പരാതി നൽകാൻ അവർ ഒരുങ്ങുന്നത്. ജില്ലാ വരണാധികാരിക്ക് ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാനാണ് അവർ തയ്യാറെടുക്കുന്നത്. മാത്രമല്ല ഇതിൽ പ്രധാനമന്ത്രിയുടെ ചിത്രവുമുണ്ട്. അത് ആലേഖനം ചെയ്ത ചാക്കുകളിലാണ് ഇത് വിതരണം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ള വാദമാണ് LDF ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. നിഖിൽ പ്രമേശാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഭാരത് അരി വിതരണം ചെയ്യാനാണ് BJP പ്രവർത്തകരുടെ നീക്കം. അത് ഇലക്ഷൻ പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് LDF ആരോപിക്കുകയും ചെയ്യുന്നു.